സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. ഛത്തീസ്ഗഡിൽ പള്ളി കത്തിച്ചവരെ, ക്രിസ്തുവിന്റെ ദേവാലയം തകർത്തവരെ ഓർമ്മിപ്പിക്കാനുള്ളത് യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ. നിങ്ങൾ ഈ ദേവാലയം തകർക്കുക, 3 ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും. രാജ്യത്താകെ ക്രിസ്മസ് ആഘോഷങ്ങളോട് അസഹിഷ്ണുത കാട്ടുന്നവരെയും അതുതന്നെ ഓർമ്മിപ്പിക്കുന്നു. യേശു ക്രിസ്തു 3-ാം നാൾ പുനരുദ്ധരിച്ച ദേവാലയമായ തൻ്റെ തിരുശരീരത്തിൻ്റെ യൗകിക ഗാത്രത്തിൽ ഇന്ന് ലോകത്താകെ 250-ലേറെ കോടി മാനവഗാത്രങ്ങളുണ്ട്. ഇന്ത്യൻ ജനസംഖ്യയുടെ 1.5 മടങ്ങ് മുഴുവൻ കൂടുന്നത്ര. കാന്തമാലിലും ഛത്തീസ്ഗഡിലുമൊക്കെ ഹിന്ദുത്വ തീവ്രവാദികൾക്ക് കാണാം യേശു ക്രിസ്തുവിൻ്റെ രഹസ്യഗാത്രം പുനരുദ്ധരിക്കപ്പെടുന്ന കാഴ്ചകൾ. ഇതെല്ലാം വിശ്വാസപരമായ മറുപടിയാണ്, സൗമ്യമായ താക്കീതും. പക്ഷേ രാജ്യമാകെ വർഗീയ വിദ്വേഷ റേഡിയേഷൻ പ്രസരിപ്പിക്കുന്ന ഹിന്ദുത്വ തീവ്രവാദികളുടെ അതിക്രമത്തിന് ജനാധിപത്യ മതേതര ഇന്ത്യയിൽ ആ മറുപടി പോരാ. ക്രിസ്മസ് ആഘോഷം പോലും അനുവദിക്കാത്ത വിധമാണ് അവരുടെ വിദ്വേഷ വിഷം പ്രവർത്തിച്ചത്. ക്രൈസ്തവരുടെ ക്രിസ്മസ് ആഘോഷത്തെ പോലും വിദ്വേഷത്തോടെ കടന്നാക്രമിക്കുന്നവരെ നിയമം നേരിടണം. ഈ ആവശ്യം ശക്തമായി ആവർത്തിക്കും മുമ്പ് ഒരു കാര്യം: ഇന്ത്യക്ക് മതപാരമ്പര്യവും മഹത്തായ സംസ്കാരവും ഒക്കെ അവകാശപ്പെടുന്നവർ മറ്റുള്ളവരെ സ്വന്തം പ്രധാന മഹിമകൾ പഠിപ്പിക്കാൻ ശ്രമിക്കേണ്ട. അവർ കാട്ടുന്നതാണ് അവർ സ്വാംശീകരിച്ച സംസ്കാരം എന്നത് പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാകും. നൂറ്റാണ്ടുകളായി സംസ്കാര പൊങ്ങച്ച പ്രചാരണം സർവരുടെയും മേൽ ചരിത്രമെന്നോണം അടിച്ചേൽപ്പിച്ചവരോട് ഒരു ഉദാഹരണം പറയട്ടെ. അശോക ചക്രവർത്തി. ഹിന്ദുത്വവാദികൾ പറയുന്ന ആ പഴയ പാരമ്പര്യത്തിൽ, ബ്രാഹ്മണിക്കൽ വേദ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് നിരവധി പേരുടെ ചോരയും ഉടലറ്റ ശിരസുകളും കബന്ധങ്ങളും വീഴ്ത്തി അശോക ചക്രവർത്തി കലിംഗ യുദ്ധവിജയം നേടിയത്. ആ ഭീകരതയെ, ആ ധർമ്മത്തിലെ പ്രബലരാരും അന്നും പിന്നീടും തള്ളിപ്പറഞ്ഞില്ല. പക്ഷേ കുറ്റബോധം കൊണ്ട് ചക്രവർത്തി ആ ധർമ്മം വിട്ടു. ശാന്തി കണ്ടെത്താൻ മറ്റൊരു ധർമ്മം വേണ്ടി വന്നു. ക്രൈസ്തവ മിഷണറിമാർ വന്ന കാലത്തല്ല, ഇന്ത്യക്ക് മതങ്ങൾ മാത്രം ആധിപത്യം സ്ഥാപിച്ചിരുന്ന കാലത്ത്. അദ്ദേഹം അന്ന് പഴയ ധർമ്മം വിട്ടുപേക്ഷിച്ച് പുതിയത് സ്വീകരിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് ഭാരതം അഭിമാനത്തോടെ ഉപയോഗിക്കുന്ന ഔദ്യോഗിക മുദ്ര. സത്യമേവ ജയതേ എന്ന സൂക്തവും അതോടൊപ്പമുള്ള സിംഹരൂപങ്ങളും ചേർന്ന ദേശീയ മുദ്ര, സാരനാഥിലെ മുദ്ര എന്ന് വെച്ചാൽ തീവ്ര ഹിന്ദുത്വവാദികൾ പറയുന്ന ആ പഴയ ധർമ്മശീലങ്ങൾ അശോക ചക്രവർത്തി വിട്ടൊഴിഞ്ഞത് ഭാരത റിപ്പബ്ലിക്കിൽ ഇന്നും പ്രസക്തമായ കാര്യം. ബുദ്ധധർമ്മത്തിനുമേൽ ഹൈന്ദവ ധർമ്മം രാഷ്ട്രീയ ശക്തി പ്രയോഗത്താലും താർക്കിക വിജയത്താലും നേടിയതാണ് പിൽക്കാലത്തെ ഹൈന്ദവാധിപത്യം. അശോക ചക്രവർത്തിക്ക് ശാന്തി കണ്ടെത്താൻ അന്നത്തെ മറ്റൊരു ധർമ്മം വേണ്ടി വന്നതുപോലെ ഇന്നത്തെ ദളിതരും പാവങ്ങളും ജനനത്താൽ തങ്ങൾ കുടുങ്ങിപ്പോയ ധർമ്മം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതും ക്രൈസ്തവികത ആഘോഷിക്കുന്നതും അവരുടെ അവകാശം. അവർക്കെതിരെ അതിക്രമത്താൽ പുതിയ അശോകന്മാരാകാനാണ് ഇന്നത്തെ ഹിന്ദുത്വ തീവ്രവാദികളുടെ ശ്രമം. ശക്തിയുടെ അഹന്തയിൽ തൽക്കാലം കുറെ അകൃത്യങ്ങൾക്ക് കഴിഞ്ഞേക്കാം, പക്ഷേ നിലനിൽക്കില്ല. അശോക ചക്രവർത്തി ഉദാഹരണങ്ങളിൽ ഒന്നു മാത്രം. സ്മാരകശിലയല്ല, സ്മാരക ശൈലമായി മാറിയ ഉദാഹരണം. ബിംബിസാരന്മാരും മൃഗബലികളും നിരവധി ഉച്ചനീതിത്വ ഭേദങ്ങളും തിന്മകളും പിറന്നടങ്ങി വീണ്ടും പിറന്ന് മാറി വന്നിട്ടുള്ള സാമൂഹിക ഘടനയിൽ നിലനിന്നതാണ് ഇന്ത്യൻ സംസ്കാരം. പ്രബലമായിരുന്ന ജൈന ബുദ്ധ സ്വാധീനങ്ങൾ അടക്കം തദ്ദേശീയ മതാഭിമുഖ്യങ്ങൾ പലത് ഇടകലർന്ന ഉപഭൂഖണ്ഡ സംസ്കാരമാണത്. അതിനെ ഹൈന്ദവ മേൽക്കോയ്മക്കാരുടെ സംസ്കാരം എന്ന് സ്ഥാപിക്കാനാണ് ചിലരുടെ ശ്രമം. ഏറെ ചരിത്രമറിയുന്ന ഇന്ത്യൻ ജനതയോട്
ഇന്ത്യ ഹിന്ദു രാഷ്ട്രമെന്നോ ക്രൈസ്തവ ഇസ്ലാം മതങ്ങൾ വിദേശീയമായതിനാൽ അവയിൽ വിശ്വസിക്കുന്നവർ അഭാരതീയരാണെന്നോ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ വൃഥാ ശ്രമിക്കരുത്. ഇന്നാടിന്റെ ഔരസന്തതികളായ, ഇന്നാട്ടിലെ അമ്മയ്ക്കും അപ്പനും പിറന്ന ന്യൂനപക്ഷ മതവിശ്വാസികൾ നാട് വിട്ടു പോകണമെന്ന ആജ്ഞ ചുവരിൽ പതിപ്പിക്കാൻ ആരും കടന്നു വരേണ്ട. ഭൂരിപക്ഷം ഇന്ത്യക്കാർ നിങ്ങളുടെ ഒപ്പമുണ്ടെന്ന് ഹിന്ദുത്വ തീവ്രവാദികൾ കരുതുകയും വേണ്ട. ക്രിസ്മസിനെതിരെ വിദ്വേഷം പരത്തി ആക്രമണം നടത്തിയവരോട് സർക്കാർ സ്വീകരിക്കേണ്ടത് നിയമത്തിന്റെ വഴിയാണ്. നടപടിയെടുക്കണം. BJP സർക്കാരുകളെയും മറ്റു നേതാക്കളെയും അതിന് പ്രേരിപ്പിക്കുന്ന വിധം തലമുതിർന്ന നേതാക്കൾ, പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ളവർ അതിനെ തള്ളിപ്പറയണം. ഇത് ചെയ്യാതെയുള്ള സാമുദായിക നയതന്ത്രം ഐവാഷ് മാത്രമേ ആകൂ. കാരണം ക്രൈസ്തവരുടെ അവകാശം നിഷേധിക്കുന്ന ഹിന്ദുത്വ തീവ്രവാദികളെ മൗനം കൊണ്ട് പിന്തുണയ്ക്കുകയാണ് സംസ്ഥാനങ്ങളിലെ ചില BJP സർക്കാരുകൾ. ഒരു വശത്ത് തീവ്ര ഹിന്ദുത്വവാദികളുടേത് ഉത്തരേന്ത്യയിലെ പാവങ്ങളുടെ മേലുള്ള കടന്നാക്രമണമാണ്. മറുവശത്ത് ഇസ്ലാമിക മതവാദികളുടെ ശൈലിയിൽ സനാതന ധർമ്മത്തിന്റെ പേര് പറഞ്ഞ് ഇന്ത്യക്ക് മത തീവ്രവാദികൾ നടത്തുന്ന മതാധിപത്യ സ്ഥാപന ശ്രമം. ആദ്യത്തെ കൂട്ടർ ലോകവ്യാപകമായി ചെയ്യുന്നത് ഇവിടെ രാജ്യവ്യാപകമായി ചെയ്യാനാണ് രണ്ടാമത്തെ കൂട്ടരുടെ ശ്രമം. അതിന് മതപരിവർത്തനം എന്ന മൗലിക അവകാശത്തെ അവർ കുറ്റമാക്കി ചിത്രീകരിക്കുന്നു. അങ്ങനെ ചിത്രീകരിക്കാവുന്ന പാകത്തിൽ കുത്തും വരയുമില്ലാത്ത നിയമം നിർമ്മിച്ച് ക്രൈസ്തവ വിശ്വാസികളെയും മിഷണറിമാരെയും ഉത്തരേന്ത്യൻ പാവങ്ങളെയും ദ്രോഹിക്കാൻ കൃത്യമായ ലീഗൽ കണ്ടീഷൻ സൃഷ്ടിച്ചു കൊടുത്തിരിക്കുന്നത് BJP നയിക്കുന്ന സംസ്ഥാന സർക്കാരുകളാണ്. പാവങ്ങൾക്ക് സ്വീകാര്യവും അഭികാമ്യവും അഭിമാനകരവും എന്നല്ല, അവർ ജീവിക്കുന്ന സാഹചര്യത്തിൽ അനിവാര്യവും എന്ന് തോന്നിയ കാര്യത്തെ കുറ്റമാക്കി, മതസ്വീകാരം കുറ്റമാക്കി ദ്രോഹിക്കാൻ കലിംഗ സൃഷ്ടിക്കുന്ന അശോകന്മാർക്ക് മടിയുണ്ടാവില്ല. അവരുടെ കണ്ണിൽ ഇന്നും എന്നും അടിയാളരും അധസ്ഥിതരുമാണ് ഈ ജനവിഭാഗം. അത്തരക്കാരോട് യജമാന ഭാവക്കാർ പതിവായി പെരുമാറുന്ന അതേ ശൈലിയും ശരീരഭാഷയിലുമാണ് ഹിന്ദുത്വ തീവ്രവാദവുമായി VHP ബജ്രംഗ് ദൾ വേഷത്തിലിറങ്ങിയ ഭയങ്കരികളായ സ്ത്രീ രൂപങ്ങളുടെ ഭാവവും പെരുമാറ്റവും. കാഴ്ചയില്ലാത്ത പാവം പെൺകുട്ടിയുടെ മുഖത്തടിക്കാൻ താടക മനസ്സുള്ള സ്ത്രീകൾക്കല്ലാതെ ഭാരതത്തിൽ പിറന്ന ഏതെങ്കിലും സ്ത്രീക്ക് കഴിയുമോ? അതിന്റെ ഉത്തരമറിയാൻ ആരുടെയും ഒരു വേദവും പരിശോധിക്കേണ്ട, ഒരു ധർമ്മ സംഹിതയും പഠിക്കുകയും വേണ്ട. ഈ സാഹചര്യത്തിൽ 140 കോടി ജനങ്ങളിലെ ചില പൊട്ടന്മാരാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന രാജീവ് ചന്ദ്രശേഖരരുടെ വിശദീകരണം മതിയായതല്ല. അദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാണ്. രാജ്യത്തെ ഭൂരിപക്ഷം ഹൈന്ദവ വിശ്വാസികളും സമുദായക്കാരും ഇങ്ങനെയല്ല. അവരുടെ നന്മയിലും സഹിഷ്ണുതയിലും എല്ലാ വിഭാഗം ജനങ്ങൾക്ക് ഉറപ്പുമുണ്ട്. അതുകൊണ്ട് മാത്രം പരിഹാരമായില്ല. അതിക്രമം കാട്ടിയ വട്ടന്മാരെ തങ്ങൾക്കറിയില്ലെന്ന് പറഞ്ഞാൽ പോരാ. കുറ്റത്തെ കുറ്റമെന്ന് വിളിച്ച് കുറ്റവാളികൾക്കെതിരെ നടപടിക്ക് തയ്യാറാവുകയും വേണം. കൈ കഴുകലല്ല, കൈ ഉയർത്തിയുള്ള നടപടിയാണ് ആവശ്യം. അത് ചെയ്യുന്നത് വരെ മൗനം കൊണ്ട് ശരിവെക്കുന്നവരുടെ ഗണത്തിൽ തന്നെയാണ് BJP ഉന്നത നേതൃത്വം. നടപടി ഉണ്ടായാലും ഇല്ലെങ്കിലും ഹിന്ദുത്വ തീവ്രവാദികൾക്കെതിരെ പറയാനുള്ള ധാർമ്മിക ശക്തിയുണ്ട് ക്രൈസ്തവ ശബ്ദത്തിന്. ഒരു യോഗിക്കും മഹായോഗിക്കും മുമ്പിൽ അടിയറ പറയാത്ത ക്രൈസ്തവ തീക്ഷ്ണതയുടെ സ്വരം. പശ്ചിമേഷ്യയിൽ ക്രൈസ്തവതയെ ഞെരുക്കിയ മതപ്രസ്ഥാനത്തെ ദൈവപുത്രൻ അനുവദിച്ചതിന്റെ വിശുദ്ധ രഹസ്യം വിശ്വാസികൾക്ക് ഇനിയും ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് രക്തസാക്ഷിത്വങ്ങളുടെ രഹസ്യമെന്ന് മാത്രം ചിന്തിക്കാനേ ഇപ്പോൾ സാധിക്കൂ. എന്നാൽ രാജ്യത്തെ ഹിന്ദുത്വ തീവ്രവാദികളോട് പറയുന്നു, പശ്ചിമേഷ്യൻ ക്രൈസ്തവ ഉന്മൂലനം പോലൊന്ന് നടത്തുവാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇന്ത്യയിൽ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത് രക്തസാക്ഷികളെയല്ല, മറിച്ച് വിശ്വാസികളുടെ പളുങ്കുസാഗരത്തെയാണെങ്കിൽ
ആ മാറ്റം തടയാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതിന്റെ ഉണർവിനെ തകർക്കാൻ നിങ്ങൾക്ക് പാങ്ങില്ല. അത് യേശുവിന്റെ സ്നേഹവും വിളിയും അനുഭവിച്ചവരുടെ ഉണർവാണ്. ഇത് നിങ്ങളിൽ അനേകരെ തന്നെ ഒരു നാളിൽ യേശു ഗാത്രത്തിൽ ചേർന്നു നിൽക്കുന്ന നിലയിൽ കാണാൻ ഇടയാക്കുമെന്ന പ്രത്യാശയുടെ ഉണർവ്. പക്ഷേ അന്യായമായി ആക്രമിക്കപ്പെടുന്ന ക്രൈസ്തവർക്ക് സംരക്ഷണവും കുറ്റവാളികൾക്ക് നിയമ നടപടിയും ഉറപ്പാക്കാനുള്ള ഭരണാധികാരികളുടെ ബാധ്യത നിറവേറ്റപ്പെടാതെ അവശേഷിക്കുന്നു. ചില വിദേശയിടങ്ങളിൽ ഇന്ത്യക്ക് ധർമ്മവാദത്തിന്റെ തൈ പാകിയപ്പോൾ തന്നെ തിരിച്ചടി കിട്ടിയത് ഇവിടുത്തെ ഹിന്ദുത്വ തീവ്രവാദികൾ അറിഞ്ഞില്ലെന്ന് ഭാവിക്കേണ്ട. ഇത് മുന്നറിയിപ്പാണ്. രാജ്യത്ത് ഹിന്ദുത്വ തീവ്രവാദികളെ അഴിഞ്ഞാടാൻ വിട്ട് ലോകത്ത് നല്ല പിള്ള ചമയാൻ ഇന്ത്യക്ക് കഴിയില്ല എന്നതിന്റെ മുന്നറിയിപ്പ്.